നമശിവായ. പോരല്ലോ, ശബ്ദം പോരാ. നമശിവായ, നമശിവായ. എല്ലാവരും ഒന്ന് എണീറ്റ്, ഒന്ന് എണീക്കൂ. കൈകൾ ഉയർത്തു, കൈകൾ മുകളിലേക്ക്, രണ്ട് കൈകൾ. എന്നിട്ടൊരു 3 പ്രാവശ്യം കൂടെ തിരിഞ്ഞോ. ഇരിക്കൂ കേട്ടോ, ഇരിക്കൂ ഇരിക്കും. മതി മതി, കൈതാത്തോളൂ, കൈതാ. അപ്പോ രാമായണം അല്ലേ? എന്താ രാമായണം? രാമന്റെ അയനെന്ന് പറഞ്ഞാൽ എന്താ? യാത്ര. എങ്ങോട്ടുള്ള യാത്രയാണ്? കാട്ടിലോട്ടുള്ള യാത്രയാണോ? അപ്പൊ കാട്ടിൽ നിന്ന് തിരിച്ചു വന്നില്ല? തിരിച്ചു വന്നോ? രാമന്റെ ജീവിത യാത്രയാണ് രാമായണം അല്ലെ? രാമന്റെ എന്താണ്? ജീവിത യാത്രയാണ് രാമായണം. നമ്മളെല്ലാം ജീവിക്കല്ലേ അല്ലേ? നമുക്കെല്ലാം ജീവനുണ്ടോ? ജീവനുണ്ടോ എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ജീവനുണ്ടോ എന്ന് സംശയമുണ്ടോ? ഞാൻ ഒന്ന് പിച്ചോക്കട്ടെ, ജീവനുണ്ടോന്ന് അറിയാം. അപ്പോ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ? ഓഹോ, എന്തിനാണ്? നല്ല കർമ്മങ്ങൾ ചെയ്യാൻ. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? ആണോ? രാവിലെ എണീക്കുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക, സമയമുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ ഒന്ന് പോവുക, കുറച്ചു നേരം കളിക്കുക, അതിനുശേഷം തിരിച്ചു വരിക, ഭക്ഷണം കേൾക്കുക, കിടന്നുറങ്ങുക അല്ലേ? ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ജീവിതത്തിന് എന്താ ലക്ഷ്യമുള്ളത്? ഇതൊക്കെ തന്നെ ലക്ഷ്യം. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക അല്ലേ? ഈ രീതിയിലുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പോൾ കുട്ടികളായിരിക്കുന്ന നമുക്ക് ചെറിയ 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 ലക്ഷ്യങ്ങളുണ്ടാവും അല്ലേ? എന്താണ്? പരീക്ഷയിൽ ജയിക്കണം, നല്ല മാർക്ക് മേടിക്കണം, ക്ലാസ്സിൽ നന്നായിരിക്കണം അല്ലേ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുണ്ടാവും. വിഷു കൈനീട്ടം മേടിക്കാറുള്ള ആരൊക്കെയുണ്ട് ഇവിടെ? വിഷുവിന് കൈനീട്ടം മേടിക്കാറുള്ളവർ, കൊടുക്കാറുള്ളവരുണ്ടോ ആരെങ്കിലും? ആർക്ക കിട്ടാറില്ല? അത് കയ്യിലിരിപ്പില്ല, കിട്ടാത്ത. കൊടുക്കാറുണ്ടോ? ആർക്കാ കൊടുക്കാറ്? ആർക്കാണ് കൊടുക്കുക വിഷു കൈനീട്ടം? സ്വാമിമാർക്ക് വിഷു കൈനീട്ടം കൊടുക്കുവോ? മോനാർക്കാ കൊടുക്കുക? ആശ്രമത്തിലെ ആൾക്കാർക്ക് കൊടുക്കും. കൈതാത്തി കൊടുക്കും. അപ്പോ എന്തിനാണ് വിഷുക്കൈ നീട്ടം നമ്മൾ കൊടുക്കുന്നത് അല്ലെ വാങ്ങിക്കുന്നത്? എന്തിനാ നിങ്ങൾക്ക് വിഷുക്കൈ നീട്ടം തരുന്നത്? എന്തിനാ വിഷുക്കൈ നീട്ടം തരുന്നത്? എന്തിനാണ്? പഠിച്ചു വലുതാവാനാണോ വിഷുക്കൈ നീട്ടം തരുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ അല്ലേ? അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് വാങ്ങിക്കാനും അതിനും ഇതിനൊക്കെയാണ് വിഷുക്കൈ നീട്ടം തരുന്നത്. ആരാ വിഷുക്കൈ നീട്ടം തരിക? യെസ്, നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആൾക്കാർ വിഷുക്കൈ നീട്ടം തരും അല്ലേ? നമ്മളത് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കും. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? ഈ വയസ്സിന് മൂത്തവർ എന്തിനാ വിഷുക്കൈ നീട്ടം തരുന്നത്? വെറുതെ എൻ്റെ കയ്യിൽ ഇത്തിരി പൈസ ഉണ്ട്, അവരുടെ സ്നേഹം അല്ലേ, അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് വേണ്ടി, അവരുടെ ഒരു അനുഗ്രഹമായിട്ടൊരു സ്നേഹമായിട്ടാണ് അവർ വിഷുക്കൈ നീട്ടം തരുന്നത് അല്ലേ? നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ നമുക്ക് വിഷുക്കൈ നീട്ടം തരാറില്ലേ? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഫീസ് അടയ്ക്കുന്ന അച്ഛനമ്മമാരല്ലേ അല്ലേ? അപ്പോൾ ഇങ്ങനെ അവരായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പൈസയുടെ വലിയൊരു ഭാഗം നമുക്ക് പഠിക്കാനും ജീവിക്കാനുമായിട്ട് ചെലവാക്കണം അല്ലേ? നമ്മളെന്താ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്? സ്നേഹം തിരിച്ചു കൊടുക്കും അല്ലേ? എല്ലാവരും അച്ഛനമ്മമാരെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്താ? നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഗതി സ്നേഹം മാത്രമാണ് അല്ലേ? ഈ ഒരു പ്രായത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്നേഹം മാത്രമാണ്. അപ്പോൾ രാമനും നിങ്ങളെപ്പോലെ ഒരു കുട്ടിയായിരുന്നു. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഇവരെല്ലാവരും കുട്ടികളായിരുന്നു. നിങ്ങളെപ്പോലെ പഠിച്ച് വളർന്ന വലുതായ ആൾക്കാരാണ്. അപ്പോൾ രാമൻ്റെ ജീവിതത്തിൽ രാമൻ്റെ കുടുംബത്തിൻ്റെ പങ്കെന്തായിരുന്നു? അതുപോലെ തന്നെ രാമായണം എന്ന് പറയുന്ന രാമൻ്റെ ജീവിതയാത്രയിൽ രാമൻ പരിചയപ്പെടുന്ന ആൾക്കാർ ആരൊക്കെ, ആ കുടുംബങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ രാമൻ്റെ അച്ഛനാണ് ദശരഥ മഹാരാജാവ് അല്ലേ? അപ്പോൾ രാമൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവ്, അദ്ദേഹത്തിന് വളരെ വലിയൊരു കുടുംബമുണ്ട് അല്ലേ? രാമൻ്റെ കുടുംബം വളരെ വലുതാണ്. അവിടെ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന് പറഞ്ഞ 4 സഹോദരങ്ങൾ വളർന്നു വരുന്നു.
അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം, ആവശ്യത്തിനുള്ള വസ്ത്രം, ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും ആ ദശരഥ മഹാരാജാവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാമൻ വളർന്നു വരുന്ന സമയത്ത് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി വന്നു രാജധാനിയിലേക്ക്. എന്തിനാ വന്നത്? രാമനെ കൊണ്ടുപോവാൻ. എവിടെ കൊണ്ടുപോവാനാ? കാട്ടിലേക്ക്. എന്തിനാ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ? അല്ല, എന്തിനാ കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന? എന്തിനാ? രാക്ഷസന്മാരെ അല്ലെ, രാക്ഷസന്മാരെ മോശം കാര്യം ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി എവിടേക്ക് കൊണ്ടുപോകുന്നത്? കാട്ടിലേക്ക്. അപ്പോ നിങ്ങൾ ഇപ്പൊ ക്യാമ്പിന് ഇങ്ങോട്ട് വന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഒരു ടെൻഷൻ ഉണ്ട്, അറിയാമോ? അല്ലേ? അവരെന്താ പറഞ്ഞത്? നന്നായിട്ടിരിക്കണം, എവിടെയും വീടരുത്, നല്ല കുട്ടികളായിട്ടിരിക്കണം, പറഞ്ഞതൊക്കെ കേൾക്കണം, ഇല്ല? ഇതൊക്കെ പറഞ്ഞല്ലേ വിട്ടത്? എങ്ങോട്ട് ഓടിപ്പോയി കളയരുത്, തിരിച്ച് നല്ല കുട്ടികളായിട്ട് വരണം, ഇതല്ലേ അവർ പറഞ്ഞത്? ഇതുപോലെ തന്നെ ദശരഥ മഹാരാജാവിനും ഉള്ളിൽ വലിയ വിഷമമുണ്ടായി. കാരണം എന്താ? രാമൻ 16 വയസ്സ്, പറയുമ്പോൾ നിങ്ങളെക്കാലൊക്കെ മൂത്തയാളായിരിക്കും, 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെയും അതിൻ്റെ അനുജനായ ലക്ഷ്മണനെയും, രാമനെയും ലക്ഷ്മണനെയും ഒരു മഹർഷിയുടെ കൂടെ കാട്ടിലേക്ക് വിടുകയാണ്. അച്ഛനമ്മമാരിൽ നിന്ന് മാറി എത്രയോ ദിവസങ്ങൾ കാട്ടില് ആശ്രമത്തിൽ താമസിക്കണം. ആശ്രമത്തിൽ ഈ പറയുന്ന വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? ഫാൻ ഉണ്ടോ? AC ഉണ്ടോ? ഒന്നുമില്ല. വെറും കുടിലിൽ. അങ്ങനെ കുടിലിലാണ് താമസിക്കുന്നത്, അല്ലേ? അങ്ങനെ രാമനും ലക്ഷ്മണനും ആരുടെ കൂടെയാണ് യാത്ര പോകുന്നത്? വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാത്ര പോയി. അവിടെ ചെന്നിട്ട് അവരെന്താ ചെയ്തത്? അവര് അവിടെ വന്ന സുബാഹു, മാരീചൻ എന്ന് പറഞ്ഞ അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് ഓടിച്ചു, അല്ലേ? സുബാഹുവിനെ കൊന്നു, മാരീചനെ തോൽപ്പിച്ച് ഓടിച്ചു. അങ്ങനെ അങ്ങനെ യാഗരക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു, അല്ലേ? അപ്പം നമ്മുടെ അച്ഛനമ്മമാർക്ക് എങ്ങനെയാണോ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പം ടെൻഷൻ ഉണ്ടാവുന്ന, വിഷമം ഉണ്ടാവുന്നത്, ആവലാതി ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ദശരഥ മഹാരാജാവിനുണ്ടായി. അങ്ങനെ അതിനുശേഷം രാമൻ തിരിച്ച് വീട്ടിലെത്തി. അതിനുശേഷം പിന്നീട് വരുന്ന വഴിക്ക് നമുക്കറിയാം, സീതാപരിണയം, കല്യാണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും. അത് കഴിഞ്ഞാണ് രാമൻ്റെ തന്നെ ജീവിതത്തിലെ ഏറ്റവും ഒരു സങ്കടകരമായൊരു കാര്യം ഉണ്ടായത്. എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വനവാസത്തിന് പോയി. എന്തിനാ രാമൻ വനവാസത്തിന് പോയത്? കൈകേയി ആരോട് പറഞ്ഞു? ദശരഥനോട്. എന്തിനാ പറഞ്ഞത് കൈകേയി? കാട്ടിലൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തിനാണ് കൈകേയി ശരിക്കും അങ്ങനെ ദശരഥനോട് പറഞ്ഞത്? അതായത് കൈകേയിയുടെ മകൻ ആരാ? ഭരതൻ. ആരാ രാജാവാകാൻ പോണേ? രാമനല്ല രാജാവാൻ പോകുന്നത്. അപ്പൊ ഭരതൻ രാജാവാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം രാമനാണ് രാജ്യം ഭരിക്കുക. അപ്പോ രാമൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഭരതന് അവിടെ സ്ഥാനങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ കൈകേയി, അതായത് ഭരതന്റെ അമ്മയായിട്ടുള്ള കൈകേയിക്കും ആ ഫാമിലിയിൽ, ആ കുടുംബത്തിൽ സ്ഥാനമൊന്നും കിട്ടില്ല എന്ന് ആര് പറഞ്ഞു? കൈകേയിക്ക് സ്വയം തോന്നിയതാണോ? അല്ലല്ലോ. കൈകേയിക്ക് തോന്നിയോ അങ്ങനെ? മന്ധര വന്ന് പറഞ്ഞതാ. ഇങ്ങനെയുള്ള കൂട്ടുകാർ നമുക്കും ഇല്ലേ? ഓരോന്ന് പറഞ്ഞ് നമ്മളെ കുഴി ചാടിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ലേ? നമ്മളും പലർക്കും ഇതുപോലൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ? ഇല്ലേ? അന്ന് നിങ്ങളൊക്കെ നല്ല കുട്ടികളാട്ടോ. അപ്പോ എന്ത് പറ്റി? രാമൻ രാജാവാകാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് മന്ധര കൈകേയിയുടെ അടുത്ത് വന്നു. എന്നിട്ട് മന്ധര കൈകേയിയോട് പറഞ്ഞു, നോക്ക്, രാമൻ, കൗസല്യയുടെ പുത്രനായ രാമൻ രാജാവാകാൻ പോവാണ്. നിനക്കിനി ഒന്നും ഇവിടെ കിട്ടില്ല. നിനക്ക് ഇവിടെ ഒരു വേലക്കാരിയെ പോലെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദശരഥനോട് പോയിട്ട് പണ്ട് തന്ന 2 വരങ്ങൾ ചോദിക്കണം, അല്ലേ? എന്ന് കൊടുത്ത വരങ്ങളാ? തലേ ദിവസം കൊടുത്ത വരാണോ? അല്ല. എന്നോ ഒരു കാലത്ത് ദേവാസുര യുദ്ധത്തിന്റെ സമയത്ത് ദശരഥൻ കൈകേയിയുടെ സഹായത്തോടെ അസുരന്മാരെ തോൽപ്പിച്ചു, അല്ലേ? അങ്ങനെയല്ലേ കഥ? ആ സമയത്താണ് 2 വരങ്ങൾ കൊടുത്തത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മളൊക്കെ പലർക്കും പല വാക്കുകളും കൊടുക്കാറുണ്ട്, അല്ലേ? സത്യമായിട്ട് ഞാനത് ചെയ്യില്ല, സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യും, അല്ലേ? ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. രാവിലെ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്നും അറിയാത്തൊരു സബ്ജക്റ്റ് നമ്മൾ ആ പരീക്ഷാ ഹാളിൽ വെച്ച് തീരുമാനിക്കും, അടുത്ത പ്രാവശ്യം ഞാൻ നല്ലോണം പഠിക്കും.
അല്ലേ? പഠിക്കാറുണ്ടോ? ഇല്ല, പഠിക്കാറില്ല. എന്നാ നല്ല കുട്ടിയാട്ടോ. അപ്പോ അങ്ങനെയുള്ള വരങ്ങൾ അല്ലെങ്കിൽ വാക്ക് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം. കാരണം എന്താ? നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സമയത്തും ഭയങ്കര വിഷമമുള്ള സമയത്തും ആരോടും ഒന്നും സത്യം ചെയ്യാൻ പാടില്ല, അല്ലേ? ദശരഥന് ഭയങ്കര സന്തോഷമായിരുന്നു, യുദ്ധം ജയിച്ചു, ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ രാജാവാണ് താനെന്ന് ദേവന്മാർ പോലും സമ്മതിച്ചു. ആ സമയത്ത് ആ സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് ദശരഥൻ എന്ത് ചെയ്ത് കൈകേയിക്ക് ഒരു ഭയം കൊടുത്ത്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോ. ഇന്നോ നാളെയോ ചോദിക്കാൻ പറഞ്ഞ ഒരുപക്ഷെ കൈകേയി ചെറുതായിട്ട് എന്തെങ്കിലും ചോദിച്ച് അവസാനിപ്പിച്ചത്. പക്ഷേ വാലിഡിറ്റി ഇട്ടില്ല, അതാണ് പ്രശ്നമായത്. എന്ന് വേണമെങ്കിലും ചോദിച്ചോളാം. അങ്ങനെ എന്ത് പറ്റി? മന്ധരയുടെ ഉപദേശം കൊണ്ട് കൈകേയിയുടെ മനസ്സ് മാറി. കൈകേയി എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ മകനെ ആരാക്കണം? രാജാവാക്കണം. രാമനെ കാട്ടിലേക്ക് പറഞ്ഞു വിടണം, അല്ലേ? ഇത് കേട്ട ദശരഥൻ എന്ത് സംഭവിച്ചു? ദശരഥൻ ആകെ വിഷമമായി. ദശരഥന്റെ മൂത്ത പുത്രനായ രാമൻ, അദ്ദേഹത്തിനെ രാജാവാക്കാനുള്ള ആഗ്രഹം ദശരഥൻ ഉണ്ടായിരുന്നു. ബാക്കി ആരെയും ഇഷ്ടം കുറവൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അതാണ് ക്രമം എന്നുള്ളതുകൊണ്ട്. പക്ഷേ അവസാന നിമിഷം കൈകേയി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ദശരഥന് വിഷമമായി. പക്ഷേ വാക്ക് കൊടുത്തതാണ്, തെറ്റിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞതല്ലേ, ഞാൻ ചെയ്തോളാം, ഞാൻ ഈ ആഗ്രഹം നിറവേറ്റി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് വാക്ക് മാറ്റാൻ പറ്റില്ല. ദശരഥൻ രാമനെ വിളിച്ചു. ആലോചിച്ച് നോക്കണം, ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ്, അല്ലേ? കുടുംബത്തിലെ ഒരാളെ കാട്ടിലേക്ക് പറഞ്ഞു വിടുക. ആ കാട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോകുന്ന ആൾ, അതായത് നാളെ രാജാവാകേണ്ട ആളാണ് കാട്ടിലേക്ക് പോകുന്നത്. എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥയിൽ നിങ്ങളൊക്കെയാണുള്ളതെങ്കിലോ? നിങ്ങളാണ് രാമൻ, നിങ്ങളെ വിളിച്ച് നാളെ നിങ്ങൾ രാജാവാകാൻ പോവാണ്. അച്ഛൻ നിങ്ങളോട് വിളിച്ച് പറയണം, മോനെ നാളെ കാട്ടിലേക്ക് പോയിക്കോ. എങ്ങനെ ഉണ്ടാവും? നല്ലതാണോ? വീട്ടുകാർക്ക് നന്നായിരിക്കും, അല്ലേ? അപ്പോ അമ്പുമില്ല നോക്കൊക്കെ. അപ്പോ രാമൻ അവിടെ വന്നു. രാമനോട് ദശരഥൻ പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ ഒരു സങ്കടത്തിലാണ്. കൈകേയി അമ്മ ഇങ്ങനെ പറയുന്നു, നിന്നെ കാട്ടിൽ വിടണം, ഭരതനെ രാജാവാക്കണം. നമ്മളവിടെ പഠിക്കണം രാമനെ. രാമൻ ഒട്ടും ദേഷ്യം വന്നില്ല, രാമന് വിഷമവും വന്നില്ല. രാമൻ പറഞ്ഞു, അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അച്ഛൻ വാക്ക് കൊടുത്തത് പാലിക്കേണ്ടത് തന്നെയാണ്. അതിനായി അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാൻ ഞാൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാണ്. രാമൻ പറഞ്ഞില്ല, ഞാനൊന്ന് പോയി ആലോചിച്ചിട്ട് വരട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഞാനൊന്ന് പോയിട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്നാൽ ഇന്നലെ വരെ എന്നോട് നാളെ രാജാവാക്കാന്ന് പറഞ്ഞതാണ്, ഇനി രാജാവാക്കാതെ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല. അച്ഛൻ എന്താണോ പറയുന്നത് അത് ഞാൻ കേൾക്കണം. അങ്ങനെ പറഞ്ഞിട്ട് രാമൻ തിരിച്ച് രാമൻ്റെ വാസസ്ഥലത്തേക്ക് പോയ സമയത്താണ് ലക്ഷ്മണൻ ഈ കാര്യം അറിയുന്നത്. ലക്ഷ്മണനും രാമനും ഭയങ്കര അടുത്ത ആൾക്കാരാണ്, അല്ലേ? രാമന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായ ആളാണ്. ലക്ഷ്മണൻ വന്നിട്ട് പറയുന്നത് എന്താ? കൈകേയിയെ ഞാൻ കൊല്ലും എന്നാ ലക്ഷ്മണൻ, അല്ലേ? ഇതിനൊക്കെ കാരണക്കാരിയെ കൈകേയിയാണ്. കൈകേയിയെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് രാമൻ കൊടുക്കുന്ന ഉപദേശമുണ്ട് ലക്ഷ്മണന്. ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞാൽ അധ്യാത്മരാമായണത്തിൽ വളരെ വളരെ സുന്ദരമായ ഒരു ഭാഗമാണ്. അതിൽ ഒരു ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളെ നമുക്ക് എങ്ങനെ ഉപദേശിക്കാൻ പറ്റുക? നിങ്ങളോടൊക്കെ നിങ്ങളുടെ ടീച്ചർമാരും വീട്ടുകാരൊക്കെ ഇത് ചെയ്യാറുണ്ട്. ഒരാൾ ദേഷ്യം പിടിച്ച് നിൽക്കുക, അയാളെ നമ്മൾ നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം. ആദ്യം എന്ത് പറയണം? വഴക്ക് പറയണോ? ദേഷ്യപ്പെടണം? എന്താ വേണ്ടത്? ആദ്യം അവനെ ഒന്ന് നന്നായിട്ട് രസിപ്പിക്കണം, അല്ലേ? രാമൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? വത്സ സൗമിത്രേ, വത്സ അല്ലയോ നല്ലവനായ, ഈ ലോകത്തെ തന്നെ ഏറ്റവും നല്ല കുട്ടിയായ സൗമിത്രേ, സുമിത്രയുടെ മകനായ ലക്ഷ്മണ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മണൻ കുഴപ്പമില്ല. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ എന്ന് പറഞ്ഞാണ് ലക്ഷ്മണോപദേശം തുടങ്ങുന്നത്. രാമൻ പറയാണ്, മോനെ ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ്, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാനുള്ളതാ. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ ഇരിക്കുന്നവരുടെയും ഈ നിൽക്കുന്ന എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇതല്ലെങ്കിൽ വേറൊരു വിഷമം വരും. പക്ഷേ നാം എന്ത് സംരക്ഷിക്കണം? നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം, അല്ലേ? രാമൻ യുദ്ധം ദശരഥനോട് പ്രഖ്യാപിച്ചാൽ കുടുംബം തകർന്നു, അല്ലേ? കുടുംബം തകർന്നു. ലക്ഷ്മണൻ കൈകേയിയെ ഉപദ്രവിക്കാൻ പോയാൽ അവിടെയും കുടുംബം തകർന്നു. കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിനെയെല്ലാം കുടുംബം തകരാതെ സംരക്ഷിക്കണം എന്നതാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതിനെ ഒക്കെ നല്ല രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം രാമൻ എന്താ ചെയ്യുന്നത്?
രാമൻ കാട്ടിലേക്ക് പോകും. രാമൻ തന്നെയാണോ കാട്ടിൽ പോകുന്നത്? ആരൊക്കെയുണ്ട് രാമന്റെ കൂടെ കാട്ടിൽ പോകാൻ? ലക്ഷ്മണനും സീതയും. അവരെ രാമൻ വിളിച്ചോണ്ട് പോകുന്നതാണോ? അല്ല, പിന്നെ അവര് സ്വയം പറയുകയാണ് അല്ലേ. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ പോകും, ഞാൻ വരും, ചേട്ടൻ ജ്യേഷ്ഠനായ രാമൻ കാട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വരും. സീതയും പറയുന്നു അത് തന്നെ, എൻ്റെ ഭർത്താവ് രാമൻ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും വരും. ആ സമയത്ത് ലക്ഷ്മണന്റെ അമ്മ ആരാണ്? സുമിത്ര അല്ലെ. സുമിത്ര പറയുന്ന ഒരു വളരെ വലിയ ഉപദേശമുണ്ട്, ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. കാരണം എന്താ? ലക്ഷ്മണൻ ഒരാവേശത്തിനാണോ രാമന്റെ കൂടെ പോകുന്നത്? നമുക്ക് അറിഞ്ഞൂടാ അല്ലേ. രാമൻ കാട്ടിൽ പോകാന്ന് പറഞ്ഞു, ലക്ഷ്മണൻ പറഞ്ഞു ഞാനും വരാം. പക്ഷേ 10 ദിവസം കഴിയുമ്പോൾ ലക്ഷ്മണൻ തോന്നുന്നു ഇത് എന്തിൻ്റെ ആവശ്യമായിരുന്നു എനിക്ക് അല്ലേ, തിരിച്ചു പോയാൽ പോലെ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം. ഇവിടെ ഈ കൊതുകടിയും കൊണ്ട് പാമ്പിനെ നോക്കി മൃഗങ്ങളെ പിടിച്ച് ഇവിടെ കിടന്നുറക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് തോന്നാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ കുറച്ച് ദിവസം വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നും അല്ലേ, വൈകിട്ടാകുമ്പോൾ തോന്നും അച്ഛനെ അമ്മയും കാണണം തോന്നും അല്ലേ. അങ്ങനെ തോന്നാൻ പാടുണ്ടോ? അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സുമിത്ര ഒരു കാര്യം ലക്ഷ്മണനോട് പറയുന്നുണ്ട്. രാമം ദശരഥം വിദ്ധി. അല്ലയോ ലക്ഷ്മണ, നീ രാമനെ ആരായിട്ട് കാണണം? അച്ഛനായിട്ട്, ദശരഥനായിട്ട് കാണണം. മാം വിദ്ധി ജനകാത്മജ. എന്നെ ആരായിട്ട് കാണണം? എന്നെ സീതയായിട്ട്, അമ്മയെ അല്ലെങ്കിൽ സീതയെ ഞാനായിട്ട്, അതായത് അമ്മയായിട്ട് കാണണം. അയോധ്യ അടവിയും വിദ്ധി. അടവി എന്ന് പറഞ്ഞാൽ കാട്. കാടിനെ എന്തായിട്ട് കാണണം? അയോധ്യയായിട്ട് കാണണം. ഗച്ഛതാത യഥാസുഖം. നീ സുഖമായിട്ട് പോയിട്ട് വരിക. അതായത് നീ അയോധ്യയിൽ നിന്ന് ദൂരെയല്ല, നീ അച്ഛൻ്റെ അടുത്തുനിന്ന് ദൂരെയല്ല, അമ്മയുടെ അടുത്തുനിന്ന് ദൂരെയല്ല, നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും സന്തോഷമായിട്ട് പോയിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് സുമിത്ര രാമനെ യാത്രയാക്കുന്ന. ആലോചിച്ചു അല്ലേ. നമ്മളൊക്കെ രാവിലെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ ആദ്യം 1-2 പ്രാവശ്യം വന്ന് എണീക്കാൻ വിളിക്കും. അത് കഴിഞ്ഞ് എന്താ വിളിക്കുക? എഴുന്നേക്കടാ കഴുതേ എന്ന് പറഞ്ഞ് വിളിക്കില്ലേ. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ആദ്യത്തെ ദിവസം തുടങ്ങുക. അപ്പൊ നമ്മുടെ മനസ്സിൽ വന്നു, ഞാൻ കഴുതയാണല്ലോ, അതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? ആലോചിച്ച് നോക്കൂ, സുമിത്ര എത്ര നല്ല ഉപദേശമാണ് കൊടുക്കുന്നത് അല്ലേ. സുമിത്ര പറയാണ്, എല്ലാവരെയും ഞങ്ങളായി കണ്ട്, ഈ കാടിനെ പോലും അയോധ്യയായി കണ്ട് നീ സുഖമായിട്ട് പോയിട്ട് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമനെ വനത്തിലേക്ക് വിടുന്നത് അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്? രാമൻ തൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളായിരുന്നു. രാമൻ ഒരിക്കലും പറഞ്ഞില്ല എനിക്ക് കാട്ടിൽ പോകാൻ പറ്റില്ല, അച്ഛൻ പറഞ്ഞത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് രാമൻ പറഞ്ഞത്. അങ്ങനെ അവർ കാട്ടിലേക്ക് പോയി. അങ്ങനെ കാട്ടിലേക്ക് പോയി മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല. അവരെ ആരുടെ അടുത്തെത്തി? സുഗ്രീവന്റെ അടുത്തെത്തി അല്ലേ. ഇല്ലേ, അതിനിടയ്ക്ക് കുറെ കഥയുണ്ട്, പറയാൻ സമയം. സുഗ്രീവന്റെ അടുത്തെത്തി കാട്ടിൽ. അതിന് മുന്നേ സീതയെ രാവണൻ കൊണ്ടുപോയി, അതൊക്കെ കഴിഞ്ഞു. സുഗ്രീവന്റെ അടുത്തെത്തി. ആരാണ് സുഗ്രീവന്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്? ഹനുമാൻ. അതെന്താ ഹനുമാൻ കൊണ്ടുപോകുന്നത്? ഹനുമാൻ എന്തുകൊണ്ടാണ് ഹനുമാനോട് പറയുന്നത് സുഗ്രീവൻ നീ പോയി ഇത് അന്വേഷിച്ചു? സുഗ്രീവൻ എന്തുകൊണ്ടാണ് ഹനുമാനോട് പറയുന്നത്? സുഗ്രീവന് ബാലിയെ പേടിയാണ് അല്ലേ. കാരണം എന്താ? അവർ തമ്മിലൊരു വലിയ അടി നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മായാവി എന്ന് പറഞ്ഞൊരു അസുരനെ കൊല്ലാനായിട്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർ തമ്മിലുള്ള വലിയ ഫൈറ്റ് നടക്കണം, യുദ്ധം നടക്കണം. പക്ഷേ ധാരാളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഹനുമാനെ തന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്? പക്വതയുള്ള ആളല്ലേ. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ മൂത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ എന്ത് വേണം? ഒരു മര്യാദ വേണം അല്ലേ. നമ്മളൊക്കെ ഏറ്റവും വിറകുന്നൊരു വാക്കാണ് മര്യാദ അല്ലേ. വീട്ടുകാരോട് മര്യാദയ്ക്ക് ഇരുന്നോണം. മര്യാദ എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെ പ്രവർത്തിക്കണമോ അങ്ങനെ മാത്രം പ്രവർത്തിക്കുക, എന്ത് ചെയ്യണോ അത് മാത്രം ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഹനുമാൻ പറഞ്ഞത്, ഹനുമാനോട് സുഗ്രീവൻ പറഞ്ഞത് നീ പോയിട്ട് കൊണ്ടുപോവാ. അവരോട് ചോദിക്കുക, ആരാന്ന് ചോദിക്കും. ഹനുമാൻ അവിടെ ചെന്ന് അവരോട് ചോദിക്കുന്നുണ്ടോ ആരടോ എന്നാണോ? അല്ല, പിന്നെന്താ ചോദിക്കുന്നത്? ഹനുമാൻ ആദ്യം സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ഇന്നയാളാണ്, സുഗ്രീവനാണ് എൻ്റെ രാജാവ്, അദ്ദേഹം ദാ ഋഷ്യമൂകാചലത്തിലുണ്ട്, നിങ്ങൾ ആരാണെന്ന് പറയുമോ? വളരെ ഏറ്റവും മധുരമായ രീതിയിൽ ചോദിച്ചു. അപ്പോൾ തന്നെ ശ്രീരാമൻ പറഞ്ഞു, അതെ ഇയാളൊരു നല്ല മനുഷ്യനാണ്, കാരണം സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലായി. അങ്ങനെ സുഗ്രീവന്റെ അടുത്തെത്തി. സുഗ്രീവന്റെയും ബാലിയുടെയും കഥ എന്താ? സുഗ്രീവനും ബാലി ആരൊക്കെയാ? ചേട്ടനും അനിയനുമാ. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ പ്രശ്നം ഉണ്ടായിരുന്നു? മായാവി എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു അല്ലേ. മായാവി എന്ന് പറഞ്ഞൊരു അസുരൻ വന്നിട്ട് വെല്ലുവിളിച്ചു, ബാലിയെ വെല്ലുവിളിച്ചു. അപ്പൊ ബാലിക്ക് വെറുതെ ഇരുന്നാ പോരെ? ബാലി എന്തിനായി വെല്ലുവിളി കേട്ട് അതിന് പുറകെ പോകുന്നു? അല്ല, ബാലി ഒരാൾ വെല്ലുവിളിച്ചാൽ ബാലി എന്തിനാ അത് ഏറ്റെടുത്തു? രാജധർമ്മം.
രാജധർമ്മമാണ് അല്ലേ. ഒരാൾ വന്ന് രാജാവിനെ വെല്ലുവിളിച്ചാൽ രാജാവ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? അങ്ങനെ ബാലിയും മായാവിയുമായിട്ട് ഗംഭീര യുദ്ധം, പൊടിപാർ എന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഗ്രീവനും അവിടെ ഉണ്ട്. കാരണം ഇവർ തമ്മിൽ യുദ്ധമാണ്. അങ്ങനെ അവസാനം മാട്ടിക്കൊണ്ട് ചാകാറായ മായാവി ഓടി ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറി. ആ ഗുഹയിലേക്ക് കയറിയ സമയത്ത് ബാലി സുഗ്രീവനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് അവനെ തീർത്തിട്ട് വരാം. ഇനി ഞാൻ വരാൻ വൈകുകയോ ഞാൻ മരിക്കുകയോ ചെയ്താൽ നീ എന്ത് ചെയ്യണം? ഞാനൊരു രാജാവാണ്, കിഷ്കിന്ധയുടെ രാജാവാ. കിഷ്കിന്ധയിലേക്ക് ചെന്നിട്ട് രാജ്യം നീ നോക്കി നടത്തണം എന്ന് ഉപദേശിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം അകത്തേക്ക് പോയി. അവിടെ എന്താ സംഭവിച്ചത്? മായാവിയാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ മരിക്കുന്ന സമയത്ത് മായാവി ബ്ലഡ് വന്നു. മായാവി എന്ന് പറഞ്ഞു? മായാവി ബാലിയുടെ ഒച്ചയിൽ കരയാൻ ആരംഭിച്ചു, ബാലിയുടെ ശബ്ദത്തിൽ. ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ എന്ത് വിചാരിച്ചു? ചേട്ടൻ മരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഉടനെ ഒരു വലിയ കല്ലെടുത്തിട്ട് ഗുഹ മൂടി. കാരണം എന്താ? ചേട്ടൻ മരിച്ചില്ല, ഇനി മായാവി പുറത്തു വന്ന ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം നേരെ കിഷ്കിന്ധയിൽ ചെന്നിട്ട് അവിടെ ഉള്ളവരോട് പറഞ്ഞു, എൻ്റെ ചേട്ടൻ ബാലി അദ്ദേഹം മരിച്ചു. അപ്പോൾ അവിടെ ഉള്ളവരെന്ത് പറഞ്ഞു? രാജ്യത്തിന് രാജാവ് ഉണ്ടാവാണ്ടിരിക്കാൻ പാടുണ്ടോ? രാജ്യത്തിന് എപ്പോഴും രാജാവ് വേണം, അതുകൊണ്ട് നീ രാജാവായിക്കോന്ന് പറഞ്ഞു സുഗ്രീവനെ രാജാവാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞാണ് ബാലി ഇതിനെ ഗുഹയുടെ പുറത്ത് വരുമ്പോൾ എന്താ കാണുന്നത്? ഗുഹ അടച്ചു വെച്ചിരിക്കുന്നു. ആരടച്ചു വെച്ചത്? സുഗ്രീവനാണ് അടച്ചു വെച്ചത്. ഉടനെ ബാലി വെളിയിൽ ഇറങ്ങി. ബാലി നേരെ പോയിട്ട് സുഗ്രീവനോട് സംസാരിച്ചോ? ബാലി ഇല്ല. എന്ത് ചെയ്തു? നേരെ പോയി സുഗ്രീവനോട് യുദ്ധം ആരംഭിച്ചു. അങ്ങനെ ചെയ്യാൻ പാടുന്നു. ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയം വന്നാൽ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അതിനുശേഷമേ തല്ലുണ്ടാക്കാൻ പാടുള്ളൂ. തല്ലുണ്ടാക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. എങ്കിലും നമുക്ക് ആദ്യം ഇതിലൊരു ക്ലാരിറ്റി വരുത്തണം. ബാലി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലയോ അനിയ സുഗ്രീവ എന്താണ് സംഭവിച്ചതെന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ, സുഗ്രീവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവർ തമ്മിലൊരു വലിയ യുദ്ധം ഉണ്ടാവുമോ? ഉണ്ടായില്ല. അപ്പൊ ബാലി ചെയ്തത് ശരിയാണോ? എന്നിട്ട് സുഗ്രീവൻ നേരെ എവിടേക്ക് പോയി? ഋഷിമുഖാചലത്തിലേക്ക് പോയി. ബാലിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അവിടെ ഒരു ശാപമുണ്ട്. ബാലി അതിന് മുകളിൽ വന്നാൽ ബാലി മരിച്ചു പോകുന്നൊരു ശാപമുണ്ട്. അങ്ങനെ സുഗ്രീവൻ ഋഷിമുഖാചലത്തിൽ ആയി. അതിനുശേഷം എന്ത് സംഭവിച്ചു? രാമന്റെ സഹായത്തോടെ, അല്ലെങ്കിൽ രാമൻ ബാലിയെ കൊന്നുമില്ല, നമുക്ക് ആ കഥയൊക്കെ അറിയാം. അതിനുശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് സീതയെ അന്വേഷിക്കാൻ പോയി. ഇറങ്ങുന്ന സമയത്ത് രാമൻ അങ്കുലീയകം ആർക്കാ കൊടുത്തത്? അതെന്താ ഹനുമാൻ കൊടുത്തത്? വേറെ ധാരാളം ആൾക്കാരുണ്ട്. ജാമ്പവാനുണ്ട്, അംഗദനുണ്ട്. ഈ പറഞ്ഞതിന് മുഴുവൻ നമുക്ക് ഒറ്റ വാക്കി പറയാം: വിശ്വാസം. അല്ലേ? നിങ്ങളുടെ ടീച്ചർ ഒരു കാര്യം ഏൽപ്പിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങളെ കാര്യം ഏൽപ്പിക്കുന്നത്? ഇവനിത് ചെയ്യും എന്ന് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്ത ഒരാളെ കാര്യം ഏൽപ്പിക്കും? ഇല്ല. വിശ്വാസമില്ലാത്ത, ഒരിക്കലും സമയത്തിന് വരാത്ത, ഒരിക്കലും ഒരു പണിയും കൃത്യസമയത്ത് ചെയ്യാത്ത ഒരാളെ പോയിട്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ ഇത് ചെയ്യണം കേട്ടോ എന്ന് പറയില്ല. അപ്പോൾ ആ വിശ്വാസം ഉണ്ടാവണം. ഈ വിശ്വാസം എങ്ങനെ ഉണ്ടാക്കുക? നമ്മുടെ ജീവിതത്തിൽ കൂടെ വേണം വിശ്വാസം ഉണ്ടാക്കാൻ, അല്ലേ? കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഒട്ടും സമയം കളയാതെ ചെയ്ത് ആ ഒരു കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് ഹനുമാനെ വിശ്വാസമുള്ളത് കൊണ്ടാണ് രാമൻ അദ്ദേഹത്തിന് അങ്കുലീയകം കൊടുത്തു വിട്ടത്. ബാക്കി കഥ നമുക്കറിയാം. ഇനിയൊരു ഹനുമാൻ എവിടേക്കാണ് പോകുന്നത്? അവിടെ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? ലങ്കയിലേക്ക്. അവിടുത്തെ രാജാവാരാ? അയാളുടെ അനുജന്മാരാരൊക്കെയാണ്? വിഭീഷണൻ, കുംഭകർണൻ, അല്ലേ? ഇവരൊക്കെയാണ് അനുജന്മാർ. അതെ, അനുജന്മാര് വിഭീഷണനുണ്ട്, കുംഭകർണനുണ്ട്, അല്ലേ? എന്താ കുംഭകർണന്റെ പ്രത്യേകത? 6 മാസം ഉറക്കം, 6 മാസം എഴുന്നേറ്റിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വിഭീഷണൻ വളരെ നല്ലയാളാണ്, പക്വതയുള്ള ആളാണ്, അല്ലേ? ഇയാൾ പറഞ്ഞാൽ പക്വതയുള്ള ആളാണ് വിഭീഷണൻ. അപ്പോൾ രാവണൻ സീതയെ കട്ടുകൊണ്ട് വന്ന സമയത്ത് തന്നെ ലക്ഷ്മണൻ എന്താ പറഞ്ഞത്? ഇത് ശരിയല്ല. വിഭീഷണൻ എന്താ പറഞ്ഞത്? ചേട്ടാ, ഇത് ശരിയല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഇവരെ തിരിച്ചു കൊണ്ട് വിടാൻ പറഞ്ഞില്ലേ? അത്രയും പക്വതയുള്ള ആളാണ് വിഭീഷണൻ. അങ്ങനെ രാവണൻ എന്ന് വെച്ചാലോ, ഈ ലോകത്തുള്ള എന്തിനേയും എനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും അഹങ്കാരിയും അത്രയും അത്യാഗ്രഹിയുമായിട്ടുള്ള ഒരാൾ, അല്ലേ? വലിയ ശക്തനായ മനുഷ്യനാണ്, എങ്കിലും അത്രയും അത്യാഗ്രഹിയായിട്ടുള്ള ആളാണ്.
അയാളുടെ അടുത്തേക്കാണ് ഇവർ പോകുന്നത്. അവിടെ നമുക്ക് കഥയറിയാം. അവിടെ പോയി ഹനുമാൻ അവിടെ ചെന്നു, സീതാദേവിയെ കണ്ടു, ചൂടാമണി രത്നം മേടിച്ചു, തിരിച്ചു വന്നു. ഇവരെല്ലാവരും കൂടി പോയി ഇവരെല്ലാവരും കൂടി വാനരസേന മുഴുവനായിട്ട് ചിറകെട്ടി, അല്ലെങ്കിൽ അത് കെട്ടിയിട്ട് എവിടെ ചെന്നു, രാമസേതു നിർമ്മിച്ചതിന് ശേഷം അവിടെ ചെന്ന് രാവണനെ തോൽപ്പിച്ച് കൊന്നതിന് ശേഷം സീതയെ കൊണ്ട് തിരിച്ചു. ഇതല്ല രാമായണത്തിൻ്റെ കഥ. ഇവിടെ നമ്മൾ 3 കുടുംബങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. ഏതൊക്കെ കുടുംബങ്ങളാണെന്ന് അറിയാം? രാമന്റെ കുടുംബം, സുഗ്രീവൻ, ബാലി അവരുടെ കുടുംബം, രാവണന്റെ കുടുംബം. ഇതിൽ ആദ്യത്തെ കുടുംബം ആരുടെ കുടുംബം? രാമന്റെ, മനുഷ്യന്റെ കുടുംബം അല്ലെ? മനുഷ്യ കുടുംബത്തിൽ ആലോചിച്ചറിയാം, തനിക്ക് കിട്ടേണ്ട സിംഹാസനം, രാജപദവി, അധികാരം, ഇതൊക്കെ ഫാമിലി നഷ്ടപ്പെടാതിരിക്കുവാൻ, കുടുംബം തകരാതിരിക്കുവാൻ വേണ്ടി ത്യജിച്ച ആളാണ് രാമൻ. ഇനി രാമൻ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഭരതന് വേണ്ടിയല്ലേ? ഭരതൻ രാജാവാൻ വേണ്ടിയല്ലേ രാമൻ സിംഹാസനം കൊടുത്തത്? ആ ഭരതൻ എന്താ ചെയ്തത്? ഭരതൻ എന്ത് ചെയ്തു? ഭരതൻ രാജാവായിട്ടിരുന്നോ? എന്ത് ചെയ്തു? ഭരതൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇത് ഒരിക്കലും എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. ഇത് എൻ്റെ ജ്യേഷ്ഠനായ രാമന്റെ അധികാരമാണ്. ആ രാമന്റെ അധികാരം ഒരിക്കലും ഞാൻ ഏറ്റെടുക്കില്ല. അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് രാമന്റെ പാദുകങ്ങൾ മേടിച്ചു വന്നിട്ട് രാമന്റെ ഒരു ദാസനായിട്ട് രാമന് വേണ്ടി അദ്ദേഹം ആ വനവാസകാലം അത്രയും രാജ്യം ഭരിച്ചു അല്ലേ? അത് തന്നെ, നന്ദിഗ്രാമത്തിൽ താമസിച്ച് രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. അദ്ദേഹം സിംഹാസനത്തിൽ ഒരിക്കലും ഇരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം ജ്യേഷ്ഠൻ അവകാശപ്പെട്ടത് തട്ടിയെടുക്കാൻ ഭരതൻ ശ്രമിച്ചോ? ഇല്ല. ഇത്തരത്തിലുള്ള മൂല്യങ്ങളുള്ളത് മനുഷ്യ ജന്മത്തിലല്ലേ, മനുഷ്യന്റെ ഫാമിലിയിലല്ലേ? രാമനെ നോക്കൂ, ദശരഥന് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്, വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് രാമനെ പറഞ്ഞു വിട്ടത്. രാമനോ തൻ്റെ കുടുംബം തകരാതിരിക്കാൻ, അച്ഛനുമായിട്ട് അല്ലെങ്കിൽ അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് യാത്രയായി. ഭരതനോ തൻ്റെ ജ്യേഷ്ഠൻ്റെ സൗഭാഗ്യങ്ങളൊന്നും തട്ടിയെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് രാമദാസനായിട്ട് അത്രയും വർഷങ്ങൾ ജീവിച്ചു. ഇനി രണ്ടാമത്തെ കുടുംബം ഏതാണ് രണ്ടാമത്തെ കുടുംബം? ബാലി സുഗ്രീവന്റെ കുടുംബം. അവിടെ എന്താണ് ഏറ്റവും ഹൈലൈറ്റ്? എന്നും അടിയാ. ബാലിയും സുഗ്രീവനും തമ്മിൽ എന്നും അടി അല്ലേ? കുരങ്ങന്മാരുടെ സ്വഭാവം എങ്ങനെയാ? കുരങ്ങന്മാരുടെ സ്വഭാവം അവരൊന്നും കേൾക്കാൻ തയ്യാറല്ല, അവരൊന്നും ചെയ്യാൻ തയ്യാറല്ല, ഒന്നും മനസ്സിലാക്കാൻ തയ്യാറല്ല. കിണറ്റി ചാടാൻ പറഞ്ഞാൽ ചാടിയതിന് ശേഷമാണ് ഞാൻ എന്തിനാ ചാടിയെന്ന് ആലോചിക്കുന്നത് അല്ലെ? കണ്ടു ചാടി എന്തിനാ ചാടാൻ അതറിയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കുരങ്ങന്മാരുടെ. അപ്പൊ അതും ഒരു കുടുംബമാണ് അല്ലെ? അത് രണ്ടാമത്തെ കുടുംബം. ഇനി മൂന്നാമത്തെ കുടുംബം ഏതാ? രാവണന്റെ കുടുംബം, രാക്ഷസ കുടുംബം. അത്യാഗ്രഹം. ഈ ലോകത്തുള്ള സകല സ്വത്തുമുണ്ടെങ്കിലും കുബേരനുമായിട്ട് വഴക്കടിക്കാൻ പോയ ആളാണ് രാവണൻ അല്ലെ? ഈ ജീവിക്കാൻ ആവശ്യത്തിലധികം സ്വത്ത് രാവണൻ്റെ ഉണ്ട്. എങ്കിലും കുബേരനോട് പോയി വഴക്കുണ്ടാക്കി. എന്നിട്ടാണ് പുഷ്പവിമാനം കൊണ്ടുവന്നത്. സ്വന്തം ആയിട്ട് ഭാര്യയുണ്ട്, മണ്ഡോദരി ഭാര്യയുണ്ട്, എങ്കിലും പോയി രാമന്റെ ഭാര്യ പിടിച്ചോണ്ട് പോകും. അങ്ങനെ എന്ത് ഈ ലോകത്തിൽ കണ്ടാലും അത്യാഗ്രഹം. എനിക്ക് ഇനിയും വേണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് അന്ധനായ ഒരാളാണ് രാവണൻ. അവിടെയും അയാൾക്ക് ആവശ്യത്തിന് ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്. വിഭീഷണൻ പറയുന്നുണ്ട്, ചേട്ടാ ഇത് നല്ലതല്ല, എങ്കിലും കേൾക്കാൻ തയ്യാറാണോ? അല്ല, നല്ല ഉപദേശങ്ങളെയും കേൾക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള 3 കുടുംബങ്ങളാണ് രാമായണത്തിലുള്ളത് അല്ലേ? നിങ്ങളിത് പലയിടത്തും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇതിൽ ഏത് കുടുംബത്തിലാവേണ്ടത്? അല്ലെ നമ്മുടെ കുടുംബം എങ്ങനെയാവണം? മനുഷ്യ കുടുംബമാവണോ, വാനര കുടുംബമാവണോ, രാക്ഷസ കുടുംബമാവണോ? മനുഷ്യ കുടുംബമാവണോ? ഇനി മനുഷ്യ കുടുംബം ആവാൻ വളരെ എളുപ്പമാണോ? അല്ല. അതിനാരാ പരിശ്രമിക്കേണ്ടത്? നമ്മൾ തന്നെ പരിശ്രമിക്കണം അല്ലേ? ഞാൻ മാത്രം ശരി, ബാക്കിയുള്ളവരൊക്കെ തെറ്റ്, ശരിയാണോ? അല്ല, ബാക്കിയുള്ളവരെയും കൂടി മനസ്സിലാക്കി അവർക്കും കൂടി വേണ്ട രീതിയിൽ വേണം നമ്മൾ പ്രവർത്തിക്കാൻ അല്ലേ? അങ്ങനെയാണ് ഒരു നല്ല കുടുംബം ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ 3 കുടുംബങ്ങളുമാണ് രാമായണത്തിൻ്റെ ആദർശം മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് രീതിയിലുള്ള കുടുംബം നമുക്ക് വേണം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ മനുഷ്യരായി ജീവിക്കാൻ എല്ലാവരും തയ്യാറാണോ? ആണല്ലോ. നല്ല കുട്ടികളായിട്ട് എല്ലാവരും ഇരിക്കുമോ? ആണല്ലോ. എന്നാ എല്ലാവരും ഒന്ന് എണീറ്റേ, ഒന്ന് എണീക്കും. ഒന്നുകൂടി ഒരു 2 ചാട്ടം. ഇരിക്കും. അപ്പോ രാമായണത്തിലെ കുടുംബ ബന്ധങ്ങൾ അത് മാത്രമല്ല, നമ്മുടെ ചേട്ടന്മാരില്ലേ, നമുക്ക് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് അല്ലേ? അവരുമായിട്ട് നിങ്ങൾ വഴക്കടിക്കാറുണ്ടോ? അത് ഞാൻ വിശ്വസിക്കില്ല. ചിലപ്പോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് സാധനം. അപ്പോ പക്ഷെ എന്ത് ചെയ്യണം? ഒരിക്കലും കുടുംബം തകരാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശം.
സാരമില്ല, കുഞ്ഞല്ലേ, പോട്ടെ കേട്ടോ. അപ്പോൾ രാമായണത്തിലെ കുടുംബങ്ങളും രാമായണത്തിലെ ബന്ധങ്ങളും ഏറ്റവും വലിയൊരു, നമുക്കിപ്പോൾ ഈ പ്രായത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ബന്ധം ഏതാ? ഫ്രണ്ട്ഷിപ്പ് അല്ലേ? എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളവരാരൊക്കെ ഉണ്ട് ഇവിടെ? എനിക്കുണ്ടൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെ. ആരാണ് യഥാർത്ഥ സുഹൃത്ത്? ആരാണ് ശരിക്കുള്ളൊരു ഫ്രണ്ട് എന്ന് പറയുന്ന ആള്? അമ്മ. പിന്നെ എന്താണ് ഫ്രണ്ടിന് വേണ്ടി ഒരു ക്വാളിറ്റി? എന്താ? നമ്മളെ സഹായിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. ഏറ്റവും വലിയ ക്വാളിറ്റി ഇതൊന്നുമല്ല. നാം തെറ്റ് ചെയ്താൽ തിരുത്താൻ തയ്യാറാവണം. തിരുത്താൻ അവർ മാത്രം തയ്യാറായാൽ മതിയോ? നമ്മൾ തയ്യാറാവണ്ടേ? നമ്മളും കേൾക്കാൻ തയ്യാറാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്തണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എന്ത് പഠിക്കണം? രാമായണം പഠിക്കണം അല്ലേ? രാമായണം പഠിക്കണം. രാമായണം പഠിക്കാൻ തയ്യാറാണ് എല്ലാവരും പഠിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരും നല്ല മനുഷ്യരായി നമുക്ക് എല്ലാവർക്കും ജീവിക്കാം. അതിന് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമഃശിവായ.